Hi guys, welcome to StuTrend. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഷോർട്ട് ക്വസ്റ്റ്യൻസിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. സോ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ +1 ഫിസിക്സിന്റെ കംപ്ലീറ്റ് ഫോക്കസ് ഏരിയ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് പാർട്ട് ബി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അടുത്ത ഷോർട്ട് ക്വസ്റ്റ്യൻസിന്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കാണാത്ത കുട്ടികൾ അത് പോയി കാണുക. എന്നിട്ട് അടുത്ത ചാപ്റ്റർ ആയ നമ്മളിവിടെ തുടങ്ങുന്നത് 9ാമത്തെ ചാപ്റ്റർ മുതലാണ്. സോ 8 ചാപ്റ്ററുകളുടെ ഇമ്പോർട്ടന്റ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ അത് പോയി കാണുക, അത് മനസ്സിലാക്കി എടുക്കുക. അതിനുശേഷം ഈ പറയുന്ന 9ാമത്തെ ചാപ്റ്റർ മുതൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഒട്ടും വൈകിപ്പിക്കുന്നില്ല, ചാപ്റ്ററിലോട്ട് കിടക്കാം. 9ാമത്തെ ചാപ്റ്റർ ഏറ്റവും കുട്ടി ചാപ്റ്ററാണ്, ഏറ്റവും കുഞ്ഞു ചാപ്റ്ററാണ്. ഏതാണ്? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. സോളിഡ്സിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഇതിനകത്ത് ആ സ്ട്രെസ് സ്ട്രെയിൻ കർവ് തന്നെയാണ് ഉറപ്പായും പാർട്ട് ബിയിൽ ചോദിക്കുക. അതിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിട്ടുണ്ട്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരും? സ്ട്രെസ്. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട സ്ട്രെസ് എന്താണ്? എന്താണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? സ്ട്രെസ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിന് നമ്മൾ എന്ത് പറയും? സ്ട്രെസ് എന്ന് പറയും. പലർക്കും സംശയം, എന്താണ് അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീസ്റ്റോർ ചെയ്യുക, പഴയ ഷേപ്പ് വീണ്ടെടുക്കുക. റബ്ബർ ബോളിൽ പിടിച്ച് കല്ലെടുത്ത് കുത്തി, റബ്ബർ ബോളിന്റെ ഷേപ്പ് ഇങ്ങനെ ചമങ്ങിപ്പോയി, അത് കുറച്ചു നേരം കഴിഞ്ഞാൽ വീണ്ടും പഴയപടി ആവുന്നില്ലേ? അതിന് കാരണം എന്താണ്? അതിനകത്തുണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ നമുക്ക് എന്തെന്ന് പറയാം? സ്ട്രെസ് എന്ന് പറയാം. ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ അതിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഡയമെൻഷൻ എന്തായിരിക്കും? ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? ml t പവർ ഓഫ് -2 ആണ്. ഏരിയയുടെ l സ്ക്വയർ ആണ്. സോ ml പവർ ഓഫ് -1 t പവർ ഓഫ് -2. ഇതാണ് ഡയമെൻഷൻ. ml പവർ ഓഫ് -1 t പവർ ഓഫ് -2. ക്ലിയർ? ഇതൊക്കെ അറിയുന്ന കാരണമാണ് സ്പീഡ് ആയിട്ട് പറയുന്ന മക്കളെ. ഫോഴ്സിന്റെ ml t പവർ ഓഫ് -2 ആണ്. ഏരിയയുടെ l സ്ക്വയർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു, ഡയമെൻഷൻ കിട്ടി. സോ സ്ട്രെസിന്റെ യൂണിറ്റും ഡയമെൻഷനും വൃത്തിയായിട്ട് മനസ്സിലാക്കുക, കൺഫ്യൂഷൻസ് വേണ്ട. അടുത്തത് ക്ലാസിഫിക്കേഷൻ ആണ്. സ്ട്രെസ്സിന് ഏതൊക്കെയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? എന്താണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ? ഒന്നാമത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. എന്റെ കയ്യിൽ ഒരു വയർ ഉണ്ട്. വയറിന്റെ ലെങ്ത് ഞാൻ 5 സെന്റിമീറ്റർ പിടിച്ചു വലിച്ച് 10-15 സെന്റിമീറ്റർ ആയി നീക്കി. സോ ഈ പറയുന്ന നീളം കൂടുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ നമുക്ക് എന്തെന്ന് പറയാം? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയാം. നീളം കൂടുന്ന സമയത്ത്, വലിച്ചു നീട്ടുന്ന സമയത്ത് അതിനകത്തുണ്ടാവുന്ന എന്താ പറയാ? സ്ട്രെസ്സിന് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയാം. കംപ്രഷൻ സ്ട്രെസ് അടുത്ത ക്ലാസിഫിക്കേഷൻ. ഒരു വസ്തുവിനെ ഞാൻ പിടിച്ചമർത്തി അതിന്റെ ലെങ്ത് കുറയ്ക്കുകയെന്ന് വിചാരിക്കാം. ആ സമയത്ത് ആ മെറ്റീരിയലിൽ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ കംപ്രഷൻ സ്ട്രെസ് എന്ന് പറയാം. ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്, സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഒരു വസ്തു ഉണ്ട്. അതിന്റെ മുകളിലോട്ടായിട്ട് ടാൻജൻഷ്യലി ഞാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു. അപ്പൊ അതിന്റെ ഷേപ്പിൽ മാറ്റം വന്നു. ആ സമയത്ത് ആ വസ്തുവിൽ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയാം. സിമ്പിൾ അല്ലേ? കൺസെപ്റ്റ് മനസ്സിലാക്കുക. നീളം കൂടുന്ന സമയത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ, നീളം കുറയുന്ന സമയത്ത് കംപ്രഷണൽ, ഷേപ്പിൽ മാറ്റം വരുന്ന സമയത്ത് ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയും. ക്ലിയർ? വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, എനിക്ക് നല്ല സ്ട്രെയിൻ എടുക്കുന്നു, ആ സ്ട്രെയിൻ ആണോ ഫിസിക്സിലെ സ്ട്രെയിൻ? അല്ല. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ചേഞ്ച് ഡിവൈഡ് ബൈ ഒറിജിനൽ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. ഉദാഹരണം പറയാം. ലെങ്ത്തിൽ മാറ്റം വരുമ്പോ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ലെങ്ത് പിടിച്ചു വലിക്കാന്ന് വിചാരിക്കുക. സോ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്തിന് എന്ത് പറയാം? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയാം. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു ഷേപ്പിൽ മാറ്റം വരിക എന്ന് പറഞ്ഞു. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. സോ ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഞാനൊരു ഫോഴ്സ് കൊടുത്തു വിചാരിക്കാം. സോ അത് ഈ ഒരു സ്ഥലത്തിൽ നിന്ന്, ഈ ഒരു ടാൻജൻഷ്യൽ പോയിന്റ്, ഈ ഒരു പോയിന്റിൽ നിന്ന് അത് കുറച്ചിങ്ങനെ ഡിസ്പ്ലേസ് ആയിപ്പോയി. അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ലെങ്ത് അത് ഡിസ്പ്ലേസ് ആയി പോയി. ഈ പറയുന്ന സിലിണ്ടറിന്റെ ലെങ്ത് എല്ലാം വിചാരിക്കാം. ഞാൻ ഇങ്ങനെ ടാൻജൻഷ്യലി ആണ് ഫോഴ്സ് കൊടുത്തിട്ടാ. ബോട്ടം ഫേസ് പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിലത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സിലിണ്ടറിനെ ഞാൻ പിടിച്ചങ്ങ് തള്ളി. അപ്പൊ ലാലേട്ടനെ പോലെ ഇങ്ങോട്ടൊന്ന് ചരിഞ്ഞു. ഓക്കെ, അങ്ങനെ ചരിഞ്ഞിരിക്കാന്ന് വിചാരിക്കാം. എത്ര ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ് ആയിരിക്കുന്നത്? ഡെൽറ്റ എക്സ് ആണ്. സോ ഷിയറിംഗ് സ്ട്രെയിനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ എൽ ആണ്. ഡെൽറ്റ എക്സ് ബൈ എൽ ആണ് അതിന്റെ ഇക്വേഷൻ. മറന്നു പോകരുത്.
ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, എത്ര ദൂരം അത് ഡിസ്പ്ലേസ് ആയി. എൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സിലിണ്ടറിന്റെ ലെങ്തിനെയാണ് നമ്മൾ എൽ എന്ന് പറയാം. സോ അടുത്തതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ട്രെയിൻ ആണ് വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെയിൻ സോ എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം, ഡെൽറ്റ വി ബൈ വി. ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം. സോ ഇത് കൂടി അറിഞ്ഞിരിക്കണം. സോ സ്ട്രെയിനിന്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലായി. ലോഞ്ചിറ്റ്യൂഡിനൽ, ഷിയറിംഗ് സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ. ഇത്രയും അറിഞ്ഞു വെച്ചാൽ മതി, ഫോർമുലാസ് അറിഞ്ഞു വെച്ചാൽ മതി. 1 മാർക്കിന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഉറപ്പൊന്നുമില്ല, സാധ്യതയുണ്ട് കേട്ടോ. ഫൈൻ. അടുത്ത എലാസ്റ്റിക് ലിമിറ്റ് എന്താണ്? എലാസ്റ്റിക് ലിമിറ്റിനെ കുറിച്ച് മക്കളെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്താണ് എലാസ്റ്റിസിറ്റി എന്ന് അറിയണം. എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ച നീളുന്നതിന് എലാസ്റ്റിക് എന്ന് പറയാൻ പറ്റുമോ? എലാസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല. സോ എലാസ്റ്റിക് നേച്ചർ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് ഒരു വസ്തുവിനെ വലിച്ചു എന്ന് വിചാരിക്കുക, അത് വീണ്ടും അതിന്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുകയാണെങ്കിൽ, ഒറിജിനൽ ഷേപ്പിലോട്ട് വരികയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? എലാസ്റ്റിക് പ്രോപ്പർട്ടി ആ വസ്തു കാണിക്കുന്നു എന്ന് പറയാം. ആ വസ്തു എലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നു എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്ന വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയാം? എലാസ്റ്റിക് ബോഡീസ് എന്ന് പറയാം. സോ നമ്മൾ ഒരു വസ്തുവിന് എലാസ്റ്റിക് നേച്ചർ കാണിക്കാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് എത്രയാണ്, അല്ലെങ്കിൽ ഏത് സ്ട്രെസ് വരെ കൊടുത്താൽ ആ വസ്തു എലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കും. അതിന് മുകളിൽ ഒരു സ്ട്രെസ് കൊടുത്താൽ അത് കാണിക്കില്ല. സോ അതിന്റെ മാക്സിമം പോയിന്റ് ഏതാണ്? അതിനെയാണ് എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാ. എലാസ്റ്റിസിറ്റി കാണിക്കുന്ന അവസാനത്തെ പോയിന്റ്, ഒരു വസ്തു എലാസ്റ്റിസിറ്റി കാണിക്കുന്ന അവസാനത്തെ പോയിന്റിന് എന്ത് പറയാം? എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം. എന്ത് പറയാം? എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാൻ മറന്നു പോകരുത് കേട്ടോ. അടുത്തത്, ഈ ചാപ്റ്ററിൽ 100%, 110%, 200% ഉറപ്പുള്ള ചോദ്യമാണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. എന്താണ് ഹൂക്സ് ലോ പറയുന്നത്? Within elastic limit, stress is directly proportional to strain. Elastic ലിമിറ്റിന് താഴെ within elastic limit സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, മറന്നു പോകരുത്. അതാണ് ഹൂക്സ് ലോ പറയുന്നത്. ഓക്കെ, സോ അത് വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ മറന്നു പോകരുത് കേട്ടോ. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഓർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു കോൺസ്റ്റന്റ് അഥവാ എലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറയും. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആണ്. മറന്നു പോകരുത്, അതുകൂടി അറിഞ്ഞിരിക്കണം ഹൂക്സ് ലോന്റെ കൂടെ കേട്ടോ. ഏത് വേണേ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, യങ്സ് മോഡുലസ് ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. സോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, കോൺസ്റ്റന്റ് അഥവാ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. ക്ലിയർ? ഈ ഗ്രാഫ് മറക്കരുത്. സ്ട്രെയിന് എക്സ് ആക്സിസിൽ, സ്ട്രെസ് വൈ ആക്സിസിൽ. ചിത്രം വൃത്തിയായിട്ട് മനസ്സിലാക്കണം. ഇതെന്തിനാ വരച്ചതെന്ന് വെച്ചാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പാർട്ട് ബിയിൽ പഠിക്കും. ഓരോ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണെന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി വരച്ചതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അടുത്ത ചോദ്യം, റബ്ബർ ആണോ നമ്മുടെ സ്റ്റീൽ ആണോ കൂടുതൽ എലാസ്റ്റിക്? റബ്ബർ ആണോ സ്റ്റീൽ ആണോ കൂടുതൽ എലാസ്റ്റിക്? എല്ലാവരും പറയും റബ്ബർ ആണ്. റബ്ബർ അല്ല മക്കളെ, സ്റ്റീൽ ആണ്. കാരണം സ്റ്റീലിലാണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി അഥവാ യങ്സ് മോഡുലസ് കൂടുതൽ. സോ സ്റ്റീൽ ആണ് കൂടുതലായിട്ട് എലാസ്റ്റിക് എന്ന് പറയാം. എങ്ങനെയാണ് ഒരു ബോഡി എലാസ്റ്റിക് നേച്ചർ കൂടുതലായിട്ട് കാണിക്കുന്നു എന്ന് പറയാൻ പറ്റുക? ഈ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ, സ്ലോപ്പ് കൂടി കഴിഞ്ഞു വെച്ചാൽ അതിന്റെ എലാസ്റ്റിക് പ്രോപ്പർട്ടി കൂടുതലായിരിക്കും. സ്ലോപ്പ് കൂടി കഴിഞ്ഞു വെച്ചാൽ അതിന്റെ എലാസ്റ്റിക് പ്രോപ്പർട്ടി കൂടുതലായിരിക്കും. ഇനി എപ്പോഴാണ് ഒരു ബോഡി ഡക്റ്റൈൽ ആവുക, വലിച്ചു നീട്ടാൻ പറ്റുന്ന 2 രീതിയിൽ പറയാം. ഒന്നില്ലെങ്കിൽ പ്ലാസ്റ്റിക് റീജിയൻ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും ഫ്രാക്ചർ പോയിന്റും തമ്മിലുള്ള ദൂരം കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ഡക്റ്റൈൽ ആയിരിക്കും. ഇതേ കണ്ടീഷൻ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ബ്രിട്ടിൽ ആയിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോകും. സോ പ്ലാസ്റ്റിക് റീജിയൻ കുറവായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും ഫ്രാക്ചർ പോയിന്റും അടുത്തടുത്താണെങ്കിൽ അത് കൂടുതൽ ബ്രിട്ടിൽ ആയിരിക്കും. സോ ഡക്റ്റൈലിന്റെയും ബ്രിട്ടിലിന്റെയും കണ്ടീഷൻസ് മറന്നു പോരുത്. സ്ലോപ്പ് കൂടുതലാണെങ്കിൽ എലാസ്റ്റിക് ആയിരിക്കും, യങ്സ് മോഡുലസ് കൂടുതലാണെങ്കിലും എലാസ്റ്റിക് ആയിരിക്കും. സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. സ്ട്രെസ് എന്താണ്, യൂണിറ്റ് എന്താണ്, ഡയമെൻഷൻ എന്താണ്, ക്ലാസിഫിക്കേഷൻ അറിഞ്ഞു വെക്കുക. സ്ട്രെയിന് യൂണിറ്റ് ഉണ്ട് മക്കളെ, സ്ട്രെയിന് യൂണിറ്റ് ഇല്ല. മുകളിലും താഴെയും ഒരേ പാരാമീറ്റർ ആണ് സ്ട്രെയിനിന്റെ കേസിൽ വരിക. സോ അതുകൊണ്ട് തന്നെ അതിന് യൂണിറ്റ് ഇല്ല. യൂണിറ്റ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. യൂണിറ്റ് ഇല്ല, there is no unit. അടുത്തത് എലാസ്റ്റിക് ലിമിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഹൂക്സ് ലോ, ഇക്വേഷൻ, യങ്സ് മോഡുലസ് മനസ്സിലാക്കുക. കർവിലെ എല്ലാ പോയിന്റുകളും അറിയാം. എപ്പോഴാണ് കൂടുതൽ എലാസ്റ്റിക് ആവുക, എപ്പോഴാണ് കൂടുതൽ ഡക്റ്റൈൽ ആവുക, എപ്പോഴാണ് ബ്രിട്ടിൽ ആവുക, ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കും. നമുക്ക് നമ്മുടെ 10ാമത്തെ ചാപ്റ്ററിലോട് കിടക്കാം. 10ാമത്തെ ചാപ്റ്റർ അഥവാ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നോക്കിയാലോ? നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫ്ലൂയിഡ് എന്താണെന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഫ്ലൂയിഡ്സിനെ കുറിച്ച് ഒരു മാർക്ക് ചോദ്യം വന്നാൽ നിങ്ങളെ കൊണ്ട് ഉത്തരം എഴുതാൻ പറ്റിയിരിക്കണം. സോ എന്താണ് ഫ്ലൂയിഡ്?
Fluid is a substance that can flow. ഒഴുകാൻ പറ്റുന്ന വസ്തുക്കളെ നമുക്ക് എന്തെന്ന് പറയാം? ഫ്ലൂയിഡ് എന്ന് പറയാം. സോ ലിക്വിഡ്സും ഗ്യാസസും ആണ് എന്ത്? ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഒഴുകാൻ സാധിക്കുന്ന വസ്തുക്കളെ നമുക്ക് എന്തെന്ന് പറയാം? ഫ്ലൂയിഡ് എന്ന് പറയാം. ലിക്വിഡും ഗ്യാസും ഫ്ലൂയിഡിന്റെ ഗണത്തിൽപ്പെടും. ക്ലിയർ അല്ലേ? ക്ലിയർ. അടുത്തത് എന്താണ് ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്നത്? ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് പെർ ഏരിയ തന്നെയാണ്. പക്ഷെ ഫോഴ്സ് എങ്ങനെയായിരിക്കണം? നോർമൽ ടു ദ സർഫേസ് ആയിരിക്കണം. സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. പക്ഷെ ഫോഴ്സ് എങ്ങനെയായിരിക്കണം? സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏരിയ. ഇതാണ് നമ്മുടെ പ്രഷറിന്റെ ഇക്വേഷൻ. പ്രഷർ ഈസ് ദ നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്? പാസ്കൽ ആണ്. അത് കൂടി മൈൻഡിനകത്ത് ഫിക്സ് ചെയ്യാം. സോ എന്താണ് പ്രഷർ? പ്രഷറിന്റെ യൂണിറ്റ് കണ്ടീഷൻ മനസ്സിലാക്കുക. അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയാം. ക്ലിയർ? അടുത്തത് ഈ ചാപ്റ്ററിൽ നിന്ന് 100-110% ഉറപ്പ് പറയാൻ പറ്റുന്ന ചോദ്യമാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. പാസ്കൽസ് ലോ എന്ന് പറയുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായും വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പാസ്കൽസ് ലോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കിയാലും 2 തരത്തിൽ അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. സോ 2 തരത്തിൽ ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. 2 തരത്തിൽ ഈ ലോ സ്റ്റേറ്റ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മലയാളത്തിൽ പറഞ്ഞു തരാം. ഒരിക്കലും ബുദ്ധിമുട്ടുന്ന രീതിയിലല്ല പറയുന്നത്. മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തരാം. സോ ഒന്നാമത്തെ തരത്തിൽ നമുക്ക് പാസ്കൽസ് ലോ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഒരു ഫ്ലൂയിഡ് സ്റ്റേഷനറി ആയിരിക്കുക എന്ന് വിചാരിക്കുക. സ്റ്റേഷനറി ഫ്ലൂയിഡിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള പ്രഷർ എന്ന് പറയുന്നത് അതേ ഉയരത്തിലുള്ള എല്ലാ പോയിന്റുകളിലും തുല്യം തന്നെയായിരിക്കും. അതായത് ഒരേ ഉയരത്തിലുള്ള എല്ലാ പോയിന്റുകൾ കൺസിഡർ ചെയ്താലും, ഒരു സ്റ്റേഷനറി ഫ്ലൂയിഡിലെ ഒരേ ഉയരത്തിലുള്ള എല്ലാ പോയിന്റുകൾ കൺസിഡർ ചെയ്താലും എല്ലാ പോയിന്റുകളും തുല്യമായ പ്രഷർ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അല്ലെങ്കിൽ ലോനെ ഒരു തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ഇങ്ങനെ പറ്റും. അടുത്ത തരത്തിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു പ്രഷർ സ്റ്റേഷനറി ഫ്ലൂയിഡിനകത്ത് കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാ ഭാഗത്തോട്ടും ഈക്വൽ ആയിട്ട് ഒരു കുറവുമില്ലാതെ എല്ലാ ഡയറക്ഷനിലും ആക്ട് ചെയ്യും. ഒന്നുകൂടി പറഞ്ഞുതരാം. സ്റ്റേഷനറി ആയിരിക്കുന്ന ഒരു ഫ്ലൂയിഡിനകത്ത് എക്സ്റ്റേണലി നമ്മൾ ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ, ഒരു ഊതി വീർപ്പിച്ച ബലൂണിനകത്ത് പുറമേ നിന്ന് ഞാനൊരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അത് ആ ബലൂണിനകത്തുള്ള എല്ലാ പോയിന്റിലും എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആയിട്ട് ഒരു കുറവുമില്ലാതെ എക്സ്പീരിയൻസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഈ പാസ്കൽസ് ലോന്റെ അപ്ലിക്കേഷൻ ആയിരുന്നു ഏത്? ഹൈഡ്രോളിക് ലിഫ്റ്റും ഹൈഡ്രോളിക് ബ്രേക്കും. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഫൈൻ. അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു ചോദ്യമാണ്. ഇത്തരത്തിലൊരു പൈപ്പിന്റെ ഫ്ലോ തന്നിട്ട് അതിൽ ചിലത് ഉയർന്നു കിടക്കുന്നുണ്ടാവും, ചിലത് താഴ്ന്നു നിൽക്കുന്നുണ്ടാവും. ഈ ഡയഗ്രാമിൽ ഏതാണ് ശരി, ഏതാണ് ആക്ച്വൽ ഫിഗർ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ടാവും. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മളോട് ഇതാ പറയാറുണ്ട്. ഫൈൻ. സോ ഇങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഏതിന്റെയൊക്കെ ബേസിസിൽ പറയാൻ പറ്റും? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ബേസ് ചെയ്ത് പറയാം. അതുപോലെ തന്നെ ബെർണോളിസ് തിയറം ഓറിയന്റഡ് ആയിട്ട് നമുക്കിത് പറയാം. ജസ്റ്റ് 2 കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിരിക്കുക. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ച് നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാറുണ്ട്. എന്തൊക്കെയാണെന്ന് പറയട്ടെ. അതായത് ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറയും. ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറയും. നേരെ തിരിച്ചും വരും. അതായത് ഏരിയ കുറഞ്ഞാൽ വെലോസിറ്റി കൂടും. ഇത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിന്റെ ബേസിസിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഏരിയയും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. സോ ഒരു പൈപ്പിന്റെ ഏരിയ കുറവാണെങ്കിൽ അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഫ്ലൂയിഡിന്റെ ഫ്ലോ റേറ്റിന്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഏരിയ കൂടിയ പൈപ്പുകളിൽ വെലോസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഇത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ബേസ് ചെയ്ത് നമ്മൾ പറയുന്നത്. അടുത്തത് ബെർണോളിസ് തിയറം അടിസ്ഥാനമാക്കി നമുക്ക് ഇതുപോലെ 2 കണ്ടീഷൻസ് പറയാനുണ്ട്. ഏതാന്ന് പറയട്ടെ. പ്രഷറും വെലോസിറ്റിയും തമ്മിൽ വെലോസിറ്റി കൂടി കഴിഞ്ഞാൽ പ്രഷർ കുറവായിരിക്കും, വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടുതലായിരിക്കും. ക്ലിയർ? ഫ്ലൂയിഡ് പ്രഷറിനനുസരിച്ച് നമുക്ക് ഈ രീതിയിൽ പറയാൻ പറ്റും. വെലോസിറ്റി കൂടി കഴിഞ്ഞാൽ പ്രഷർ കുറവാണ്, വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടുതലാണ്. സോ ഈ പറയുന്ന 2 കണ്ടീഷൻസ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഏരിയയും വെലോസിറ്റിയും പ്രഷറും തമ്മിലുള്ള ഈ 2 കണ്ടീഷൻസ് പ്രോപ്പറായി തറവായി ഓരോ കുട്ടികൾക്കും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ ചിത്രത്തിലോട്ട് വരാം. ആദ്യത്തെ ചിത്രം നോക്കിക്കേ. ഈ ഒരു റീജിയണിൽ എന്താണ് പ്രത്യേകത? ഈ ഒരു റീജിയണിൽ ഏരിയ കൂടുതലാണ് അല്ലെ? വളരെ വിട്ടായിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇത്. പൈപ്പിന്റെ ഏറ്റവും ഏരിയ കൂടിയ റീജിയൻ ആണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ വെലോസിറ്റി എന്തായിരിക്കും? ഈ റീജിയനിലെ വെലോസിറ്റി കുറവായിരിക്കും. ഏരിയ കൂടിയത് കൊണ്ട് തന്നെ വെലോസിറ്റി കുറവായിരിക്കും. ഈ പറയുന്ന തിക്കായിട്ടുള്ള റീജിയനിലെ വെലോസിറ്റി കുറവല്ലേ? വെലോസിറ്റി കുറഞ്ഞാൽ എന്താണ്? പ്രഷർ കൂടണ്ടേ? വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടണ്ടേ?
പ്രഷർ ലിക്വിഡ്സിന്റെ വാൾസിൽ പ്രഷർ കൂടുകയാണെങ്കിൽ ഈ ഫ്ലൂയിഡ് നല്ല രീതിയിൽ ഉയരണ്ടേ? നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ടാ? ഇല്ല, ആ ഫ്ലൂയിഡ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ഹൈറ്റിലാണ് ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഫിഗർ തെറ്റാണെന്ന് പറയാം. ഈ ഫിഗർ തെറ്റാണെന്ന് പറയാം. കാരണം എന്താണ്? ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറയും, പ്രഷർ കൂടും, ഫ്ലൂയിഡ് പ്രഷർ കൂടും. സൈഡുകളിൽ ഫ്ലൂയിഡിന്റെ കണ്ടെയ്നർ വാൾസുകളിൽ ഈ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കൂടുതലായിരിക്കും. പക്ഷെ ഇവിടെ കൂടുതലാണോ? അല്ല. കൂടുതലാണെങ്കിൽ ഈ ഫ്ലൂയിഡ് നല്ല ഉയരത്തിലോട്ട് ഉയരണം. ഉയർന്നിട്ടില്ല. ഫസ്റ്റ് ഫിഗർ തെറ്റാണ്. രണ്ടാമത്തെ ഫിഗറിലോട്ട് കടന്നേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ കൂടുതലാണ്, സോ വെലോസിറ്റി കുറവായിരിക്കും. വെലോസിറ്റി കുറഞ്ഞാൽ ഫ്ലൂയിഡ് പ്രഷർ കൂടുതലായിരിക്കും. ഫ്ലൂയിഡ് പ്രഷർ കൂടുതലാണ്, സോ അതുകൊണ്ട് നല്ല ഉയരത്തിലോട്ട് ഉയർന്നിട്ടുണ്ട്. സോ ഈ സെക്കൻഡ് ഫിഗർ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്താണ് റീസൺ എന്ന് മനസ്സിലാക്കുക. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയും ബെർണോളിസ് തിയറത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റീസൺ ആണ്. സോ ആ റീസണിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നു. അടുത്ത ചിത്രം, ഇതും പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റിപ്പീറ്റ് ചെയ്ത ചിത്രമാണ് ഈ കാണുന്നത്. രണ്ട് ബോളുകൾ തൂക്കിയിട്ടു വിചാരിക്കുക. രണ്ട് പ്ലാസ്റ്റിക് ബോളുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു ലെങ്ത്, ഈക്വൽ ലെങ്ത് ഉള്ള രണ്ട് പ്ലാസ്റ്റിക് ബോളുകൾ, ഒരേപോലുള്ള രണ്ട് ബോളുകൾ തൂക്കിയിട്ടുണ്ട്. അതിനിടയിലൂടെ ഞാൻ ഊതുക എന്ന് വിചാരിക്കുക. ഊതുകയാണെങ്കിൽ അല്ലെങ്കിൽ എയർ ബ്ലോ ചെയ്യുകയാണെങ്കിൽ ഈ ബോളുകൾ അട്രാക്ട് ചെയ്യോ റിപ്പൽ ചെയ്യോ എന്നതാണ് ചോദ്യം. അട്രാക്ട് ഓർ റിപ്പൽ? അട്രാക്ട് ചെയ്യപ്പെടോ അതോ റിപ്പൽ ചെയ്യപ്പെടോ എന്നാണ് ചോദ്യം. സോ നമ്മൾ എന്ത് പറയും? എങ്ങനെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും? രണ്ട് ബോളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ഇടയിലൂടെ ഞാൻ ഊതുകയാണ്. ഊതുന്ന സമയത്ത് ഒരു സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. എയർ ഒരു കുഴലിലൂടെ എന്ന രീതിയിൽ എയർ അങ്ങ് ഫ്ലോ ചെയ്യാണ് ഈ രണ്ട് ബോളുകളുടെ ഇടയിലൂടെ. ഇവിടെ എയറുകൾ ഫ്ലോ എയർ ഇവിടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് എയർ എന്താണ്? കൂടുതലാണ്. സോ വെലോസിറ്റി ഓഫ് എയർ ഇവിടെ ഈ രണ്ട് ബോൾസിന്റെ ഇടയിൽ വെലോസിറ്റി ഓഫ് എയർ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വെലോസിറ്റി കൂടി കഴിഞ്ഞാൽ പ്രഷർ എന്താണ്? പ്രഷർ കുറയും. വെലോസിറ്റി കൂടി കഴിഞ്ഞാൽ പ്രഷർ കുറയും. സോ ഈ രണ്ട് ബോളുകളുടെ ഇടയിൽ എയറിന്റെ വെലോസിറ്റി കൂടും. സോ പ്രഷർ ഡ്രോപ്പ് ചെയ്യും. സോ പുറമെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. സോ കൂടിയ പ്രഷർ ആണ്. കൂടിയ പ്രഷറിൽ നിന്ന് കുറഞ്ഞ പ്രഷറിലോട്ട് എയർ എന്ത് ചെയ്യണം? ബ്ലോ ചെയ്യും. സോ ഇങ്ങോട്ട് എയർ വരും. സോ അതുമൂലം ഈ രണ്ട് ബോളുകൾ അട്രാക്ട് ചെയ്യും. ക്ലിയർ? സോ രണ്ട് ബോളുകൾക്കിടയിൽ നമ്മൾ ഊതുന്ന സമയത്ത് ഇവിടെയുള്ള ഇടയിലുള്ള എയറിന്റെ വെലോസിറ്റി കൂടും, പ്രഷർ ഡ്രോപ്പ് ചെയ്യും. സോ ചുറ്റുമുള്ള എയർ ഇങ്ങോട്ട് വരും. സോ അതുമൂലം ബോളുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യപ്പെടും. റിപ്പൽ അല്ല, അട്രാക്ട് ചെയ്യപ്പെടും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. കാരണം മനസ്സിലാക്കുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? വെലോസിറ്റി കൂടി കഴിഞ്ഞാൽ പ്രഷർ കുറയും. സോ അതുമൂലം ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിക് എയർ ഇങ്ങോട്ട് വരും. ഹയർ പ്രഷർ നിന്ന് ലോവർ പ്രഷറിലോട്ടല്ലേ എയർ ഫ്ലോ ചെയ്യാതെ. സോ എടിയിലോട്ട് വരും. സോ ഈ പറയുന്ന രണ്ട് ബോളുകൾ അട്രാക്ട് ചെയ്യും. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് ഹൈഡ്രോളിക് ബ്രേക്ക്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഇതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ്? ഇതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ്? ഹൈഡ്രോളിക് ബ്രേക്കും ഹൈഡ്രോളിക് ലിഫ്റ്റും എന്തിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ്? പാസ്കൽസ് ലോന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ്. പാസ്കൽസ് ലോന്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ബ്രേക്കും ഹൈഡ്രോളിക് ലിഫ്റ്റും വർക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ അതിന്റെ കണ്ടീഷൻ ഒക്കെ മറന്നു പോരുത്. എന്താണ്? P1 equal to P2 ആയിരിക്കും. അതുപോലെ തന്നെ F1/A1 equal to F2 divided by A2 ആയിരിക്കും. ഈ റിലേഷൻ ഒക്കെ ഓറിയന്റഡ് ആയിട്ട് ചോദ്യം ചോദിക്കാം. അതായത് F2 equal to A2/A1 into F1. ഈ ഒരു റിലേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ക്ലിയർ? അതുപോലെ തന്നെ ഹൈഡ്രോളിക് ബ്രേക്കും ഹൈഡ്രോളിക് ലിഫ്റ്റും പാസ്കൽസ് ലോ അടിസ്ഥാനമാക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഓഡ് വൺ ഔട്ട് ഒക്കെ ചോദിക്കാറുണ്ട്. അറ്റോമൈസർ, വെഞ്ചൂരിമീറ്റർ, എയറോഫോയിൽ ഇതെല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ബെർണോളിസ് തിയറത്തിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഹൈഡ്രോളിക് ലിഫ്റ്റും ഹൈഡ്രോളിക് ബ്രേക്കും പാസ്കൽസ് ലോന്റെ അടിസ്ഥാനത്തിൽ, അറ്റോമൈസർ, വെഞ്ചൂരിമീറ്റർ, എയറോഫോയിൽ തുടങ്ങിയ വസ്തുക്കൾ ബെർണോളിസ് തിയറത്തിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് വേണം. സോ ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനാണ് സാധ്യത. സോ ഈ ചോദ്യങ്ങളെല്ലാം കോൺഫിഡന്റ് ആയിട്ട് തന്നെ അപ്പിയർ ചെയ്യാം. നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്ററിലോട്ട് കടന്നാൽ നമ്മുടെ 11ാമത്തെ ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. വളരെയധികം വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ആണ് കമ്പയറിംഗ് ടു ഇനീഷ്യൽ ചാപ്റ്റേഴ്സ്. ആദ്യത്തെ ഒരു 5-6 ചാപ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ചാപ്റ്ററിന് വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ അധികം ഡീറ്റെയിൽഡ് കൺസെപ്റ്റുകളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തെർമൽ എക്സ്പാൻഷൻ, ചൂട് കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. തെർമൽ എക്സ്പാൻഷൻ 3 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? ലീനിയർ, ഏരിയ, വോളിയം. ഒരു വസ്തുവിന്റെ ചൂട് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ലെങ്തിലാണ് മാറ്റം വരുന്നതെങ്കിൽ അതിന് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയാം. സർഫേസ് ഏരിയയിലാണ് മാറ്റം വരുന്നതിന്റെ ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയാം. വോള്യത്തിലാണ് മാറ്റം വരുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? വോള്യം എക്സ്പാൻഷൻ എന്ന് പറയാം. നമുക്ക് എന്ത് പറയാം? വോള്യം എക്സ്പാൻഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? വൃത്തിയായിട്ട് മനസ്സിലാക്കിക്കോ. ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഒരു വസ്തുവിന്റെ ഏത് പാരാമീറ്ററിലാണ് മാറ്റം വരുന്നത്? ലെങ്ത് ആണെങ്കിൽ ലീനിയർ, വോള്യം ആണെങ്കിൽ വോള്യം എക്സ്പാൻഷൻ, ഏരിയ ആണെങ്കിൽ സർഫേസ് ഏരിയയിലാണ് മാറ്റം വരുന്നതെങ്കിൽ ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയാൻ വൃത്തിയായിട്ട് മനസ്സിലാക്കിക്കും. അടുത്തത്
കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷൻസിന്റെ കോഎഫിഷ്യന്റ് എന്താണ് അറിയണം. ഓരോന്നിന്റെയും കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ലീനിയർ എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റിനെ എന്തെന്ന് പറയാം. സോ നമുക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ബൈ എൽ, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്, അതാണ് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയാം. സോ അത് എന്തിന് പ്രപ്പോർഷണൽ ആണ്? നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറിന് പ്രപ്പോർഷണൽ ആണ്. സോ ഡെൽറ്റ ടി ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഡെൽറ്റ എൽ ബൈ എൽ ഈസ് പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി. പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ആൽഫ. ആൽഫയാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ ആൽഫ ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ ഈ പറയുന്ന ഡെൽറ്റ ടി ഇങ്ങോട്ട് വരും. സോ ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു എൽ എന്ന് വരും. ക്ലിയർ? സോ ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ അഥവാ ആൽഫ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏരിയ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാലോ. എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ഏരിയ ഡിവൈഡ് ബൈ ഒറിജിനൽ ഏരിയ ഈസ് പ്രപ്പോർഷണൽ ടു അപ്ലൈഡ് ടെമ്പറേച്ചർ. സോ പ്രപ്പോർഷണലി മാറ്റാൻ വേണ്ടി നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ്, അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഈസ് ബീറ്റ. സോ ബീറ്റ ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ എ ഡിവൈഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. അടുത്ത നെക്സ്റ്റ് വൺ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആണ് അടുത്ത നോക്കാൻ പോകുന്നത്. സോ ഡെൽറ്റ ബി ബൈ ബി ഈസ് പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി. പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന കോൺസ്റ്റന്റ് ആണ് ഗാമ. ഗാമ ഈക്വൽ ടു ഡെൽറ്റ ബി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് വരും. സോ ഈ മൂന്ന് പാരാമീറ്റേഴ്സിനെ കുറിച്ച് ഒരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് വേണം. എന്തൊക്കെയാണ്? ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ്, അതുപോലെ തന്നെ ഏരിയ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ്, വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ്. മൂന്നിനെ കുറിച്ച് പറയണം. മൂന്നിന്റെ ഇക്വേഷൻസ് പറഞ്ഞിരിക്കണം കേട്ടോ. അടുത്തത് ഈ മൂന്നും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ഈക്വൽ ടു 1:2:3. എങ്ങനെ വന്നു? ഇതെങ്ങനെയാണ് 1:2:3 വരുന്നത്? കണ്ടീഷൻ നോക്കിക്കോ. ബീറ്റ ഈക്വൽ ടു 2 ആൽഫയാണ്, ഗാമ ഈക്വൽ ടു 3 ആൽഫയാണ്. അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ക്ലിയർ? വൃത്തിയായിട്ട് മനസ്സിലാക്കിക്കോ. അടുത്തത് നമ്മൾ പല പരീക്ഷകളിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു ചോദ്യമാണ് സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡും അതുപോലെ തന്നെ ക്ലൈമറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? പറഞ്ഞുതരാം, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സോ വിന്റർ സമയത്ത് എന്താണ് പ്രത്യേകത? ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് എന്താണ്? ലെങ്ത് കുറയും. പെൻഡുലത്തിന്റെ ലെങ്ത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഒറിജിനൽ ലെങ്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. സോ ലെങ്ത് കുറയുന്ന സമയത്ത് എന്താണ്? ടൈം പീരീഡും കുറയും. ലെങ്ത്തും ടൈം പീരീഡും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ലെങ്ത് കുറയുന്ന സമയത്ത് ടൈം പീരീഡും കുറയും. നമ്മുടെ പെൻഡുലം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ടൈം പീരീഡ് കുറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനെയാണ് ടൈം പീരീഡ് എന്ന് പറയാ. സോ ടൈം പീരീഡ് കുറവായിരിക്കും, ഫാസ്റ്റ് ആയിട്ട് അത് ഓസിലേറ്റ് ചെയ്യും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക, ഫാസ്റ്റ് ആയിട്ട് ഓസിലേറ്റ് ചെയ്യും. ഏത് ക്ലൈമറ്റില്? വിന്റർ പീരീഡിൽ അല്ലെ വിന്റർ സീസണിൽ എന്താണ് പ്രത്യേകത? ടെമ്പറേച്ചർ കുറവാണ്. സോ ലെങ്ത് കുറവായിരിക്കും. ദാറ്റ് മീൻസ് ലെങ്ത് കുറയുന്നതിന് മൂലം എന്താണ്? ലെങ്ത് കുറയുന്നത് മൂലം ടൈം പീരീഡും എന്തായിരിക്കും? കുറവായിരിക്കും. നമ്മുടെ പെൻഡുലം ഫാസ്റ്റ് ആയിട്ട് ഓസിലേറ്റ് ചെയ്യും. അതേ കണ്ടീഷൻ സമ്മർ ആണെന്ന് വിചാരിക്കുക. സമ്മറിന്റെ പ്രത്യേകത എന്താണ്? ചുറ്റുമുള്ള ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ലീനിയർ എക്സ്പാൻഷൻ സംഭവിച്ചിട്ട് ലെങ്ത് ഓഫ് പെൻഡുലം കൂടുതലായിരിക്കും. പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുന്ന സമയത്ത് എന്തായിരിക്കും? ടൈം പീരീഡും എന്തായിരിക്കും? കൂടുതലായിരിക്കും. കൂടുതൽ സമയമായിരിക്കും. ടൈം പീരീഡ് ഓഫ് പെൻഡുലം കൂടുതലായിരിക്കും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇതാണ് പെൻഡുലത്തിന്റെ ടൈം പീരീഡും ക്ലൈമറ്റ് ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ കണക്ഷൻ. സോ ഇത് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷകൾ കണ്ടുവരാറുണ്ട്. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. അടുത്തത് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ അനോമലസ് ബിഹേവിയർ ആണ് അല്ലെങ്കിൽ അനോമലസ് എക്സ്പാൻഷൻ എന്താന്ന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു വസ്തുവിന് അല്ലെങ്കിൽ വെള്ളത്തിനാണെങ്കിൽ കൂടി ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അതിന്റെ വോളിയം കൂടാറാണ് പതിവിലെ. ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് വോളിയം കൂടാറാണ് പതിവ്. പക്ഷേ 0 ഡിഗ്രി അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂട്ടുന്നതനുസരിച്ച് വോളിയം കുറയാറാണ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയം കുറയും. സോ വോളിയം കുറയുന്ന സമയത്ത് ഡെൻസിറ്റി എന്ത് വരും? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. സോ 0 to 4 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ വോളിയം കുറയുകയാണ്. അതായത് മിനിമം വോളിയം എപ്പോഴാണ് കിട്ടുക? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. സോ വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി എന്താണ്? കൂടുതലായിരിക്കും. വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. സോ ഡെൻസിറ്റി കൂടിയത് കൊണ്ട് ഇവിടെ എന്താണ് അപ്ലിക്കേഷൻ? ഐസ് ക്യൂബ്സ് വെള്ളത്തിൽ പാറി നിൽക്കുന്നു. എങ്ങനെയാണ് ഐസ് ക്യൂബ്സ് വെള്ളത്തിൽ പാറി നിൽക്കുന്നത്? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഐസ്. ഐസിനെ കമ്പയർ ചെയ്യുമ്പോൾ വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ്. കാരണം 4 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളത്തിന് മിനിമം അല്ലെങ്കിൽ വെള്ളത്തിന് മാക്സിമം ഡെൻസിറ്റി കിട്ടുക, മിനിമം വോളിയം ഉണ്ടാവും. വെള്ളത്തിന്റെ വോളിയം മിനിമം ആയിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഡെൻസിറ്റി മാക്സിമം ആയിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ അതുകൊണ്ടാണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ കൂടിയത് കൊണ്ടാണ് ഐസ് ക്യൂബ്സ് വെള്ളത്തിൽ പാറി നിൽക്കുന്നത്. വേറെ ഏത് വസ്തുവും സോളിഡ് ഫേസ് ലിക്വിഡ് ഫേസിൽ പാറി നിൽക്കില്ല. വെള്ളത്തിൽ മാത്രം അങ്ങനെ നിൽക്കാൻ കാരണം വെള്ളത്തിന്റെ അനോമലസ് ബിഹേവിയർ ആണ്. 4 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുതലാണ് കമ്പയർഡ് ടു ബാക്കിയുള്ള ടെമ്പറേച്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ. ക്ലിയർ അല്ലേ? സോ അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യമാണ് ഈ പറയുന്ന ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ചിത്രത്തിൽ എന്താ തന്നിരിക്കുന്നത്? ഫേസ് ചേഞ്ച് ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ ഫേസ് ചേഞ്ചുകളാണ് തന്നിരിക്കുന്നത്. ഓരോ ടെമ്പറേച്ചറും വെള്ളത്തിന്റെ ഫേസിൽ എന്ത് മാറ്റമാണ് വരിക?
ഓരോ ടെമ്പറേച്ചറും വെള്ളത്തിന്റെ ഫേസിൽ എന്ത് മാറ്റമാണ് വരിക, ഈ സ്റ്റേജുകളെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാം. സോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ക്ലിയർ ആയി വിചാരിക്കും. നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്ററിലൂടെ കിടക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ അഥവാ 12ാമത്തെ ചാപ്റ്റർ ഏതാണ്? 12th ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുള്ളത്? ഈ ചാപ്റ്റർ അല്ലെ ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിനെല്ലാം വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെ കണ്ടന്റും അതിനനുസരിച്ച് കുറവാണ്. കൂടുതൽ കണ്ടന്റിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ കുറച്ച് കണ്ടന്റേ ഉള്ളൂ. ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്? അറിയാലോ, നമ്മളൊരു സിസ്റ്റത്തിലോട്ട് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അത് രണ്ട് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? അതിന്റെ ഇന്റേണൽ എനർജി കൂട്ടാനും ഒരു വർക്ക് ചെയ്യാനും. സോ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ല ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്നാണ് പറയുക. ഡെൽറ്റ ഡബ്ല്യു എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വർക്ക് ഡൺ, ഡെൽറ്റ ക്യൂ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഹീറ്റ്. സോ ഹീറ്റ് ഒരു സിസ്റ്റത്തിലോട്ട് കൊടുക്കുമ്പോൾ അത് രണ്ട് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഒന്ന് ഇന്റേണൽ എനർജി കൂട്ടാൻ, രണ്ടാമത് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഐസോ തെർമൽ പ്രോസസ്, എന്താണ് അഡിയാബാറ്റിക് പ്രോസസ്, എന്താണ് ഐസോകോറിക് പ്രോസസ്, എന്താണ് ഐസോബാറിക് പ്രോസസ്. ഈ പ്രോസസ്സുകളെ കുറിച്ച് ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾ ഓരോരുത്തർക്കും വേണം. കാരണം ഈ ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്കൊന്നും ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഐസോ തെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമൽ മീൻസ് ടെമ്പറേച്ചർ, ഐസോ മീൻസ് സെയിം. സെയിം ടെമ്പറേച്ചർ എക്സിബിറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളെ നമുക്ക് എന്തെന്ന് പറയാം? ഐസോ തെർമൽ പ്രോസസ് എന്ന് പറയാം. ഐസോ നെക്സ്റ്റ് വൺ അഡിയാബാറ്റിക്. അഡിയാബാറ്റിക് എന്ന് വെച്ചാൽ നെറ്റ് ഹീറ്റ് ഫ്ലോ ഉണ്ടാവില്ല. ഹീറ്റ് ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറ്റ് ഫ്ലോ ചെയ്യില്ല. നോ ഹീറ്റ് ഫ്ലോ എന്ന് പറയാം. സോ ഹീറ്റ് ഫ്ലോ ഇല്ലാത്തതിന് അഡിയാബാറ്റിക് എന്ന് പറയാം. ഐസോകോറിക്, കോർ എന്ന് പറയാൻ വോള്യം ആണ്. സോ ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ സെയിം വോള്യം ആണ്. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ, സെയിം പ്രഷർ ആണ്. ഐസോതെർമൽ സെയിം ടെമ്പറേച്ചർ, അഡിയാബാറ്റിക് ഹീറ്റ് ഫ്ലോ ഇല്ല. ഐസോകോറിക് സെയിം വോള്യം, ഐസോബാറിക് സെയിം പ്രഷർ. ഇതിനെ കുറിച്ച് ഒരു ക്ലിയർ കട്ട് ഐഡിയ വേണം. എല്ലാത്തിന്റെ ഇക്വേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിന്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് കണ്ട് തന്നെ മനസ്സിലാക്കാം. സപ്പോസ് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. നോ ഇഷ്യൂസ്, ഫൈൻ. അടുത്തത് എന്താണ്? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ക്വാസി സ്റ്റാറ്റിക്, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേഷനറി ആണ്. ഓൾവേസ് സ്റ്റേഷനറി അല്ലെങ്കിൽ സ്റ്റേഷനറി പോലെ അത്രയ്ക്ക് സ്ലോ ആയ പ്രോസസ് നമുക്ക് എന്ത് പറയാം? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. സ്റ്റേഷനറി പോലെ തന്നെ ഉണ്ടാവും. അതായത് നമ്മുടെ തെർമോഡൈനാമിക് വേരിയബിൾ ആയ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എല്ലാം അതിന്റെ മാറ്റങ്ങൾ വളരെ വളരെ നെഗ്ലിജിബിൾ ആയിട്ട് അത്രയും സ്മോൾ ചേഞ്ചുകളാണ്. നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അത്രയും ജസ്റ്റ് ലൈക്ക് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. പക്ഷേ എക്സാക്ട് സ്റ്റേഷനറി അല്ല, അതിൽ പാരാമീറ്റേഴ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ അത്രയും മൈന്യൂട്ട് ചേഞ്ചസ് ആണ് അതിനകത്ത് നടക്കുന്നുണ്ടാവുക. സോ ഓൾമോസ്റ്റ് സിമിലർ ടു സ്റ്റേഷനറി പ്രോസസ് നമുക്ക് എന്ത് പറയാം? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറയാം. അടുത്തത് ഹീറ്റ് എഞ്ചിൻ എന്താണ്? ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസിന്റെ ഇക്വേഷൻ എന്താണ്? ആ എഫിഷ്യൻസിന്റെ ഇക്വേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അറിഞ്ഞിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അറിഞ്ഞിരിക്കണം. സോ എന്താണ് എഫിഷ്യൻസിനെ ഇങ്ങനെ ഡിനോട്ട്? എഫിഷ്യൻസി ഈക്വൽ ടു Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1. ദാറ്റ് മീൻസ് 1 മൈനസ് Q2 divided by Q1. Efficiency equal to 1 minus Q2 by Q1. ഇതാണ് ഇക്വേഷൻ. ഇത് അറിഞ്ഞിരിക്കണം. ഇത് ബേസ് ചെയ്ത ചെറിയ മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിനും എന്താണ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ക്ലിയർ കട്ട് ഐഡിയ വേണം. സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് തന്നെയാണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം, അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിനിൽ നിന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. 13ാമത്തെ ചാപ്റ്റർ കൈനറ്റിക് തിയറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? അങ്ങനെയൊന്നും ഈ ചാപ്റ്ററിൽ പറയാനൊന്നുമില്ല മക്കളെ. ഇതിനകത്ത് വളരെ ചെറിയ ചാപ്റ്റർ ആണ്. അധികം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് വരാൻ സാധ്യതയില്ല. അറിഞ്ഞിരിക്കുന്ന കാര്യം കൈനറ്റിക് തിയറി, അതിന്റെ 4 പോസ്റ്റ്ലേറ്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക. അത് ചോദിക്കും. കാരണം ഇതിനകത്ത് ശരിക്കും 60ൽ 2 മാർക്ക് ഇതിന് വെയിറ്റേജ് ഉള്ളൂ. സോ നിങ്ങൾക്ക് 120 ആകുമ്പോൾ വെയിറ്റേജ് ഡബിൾ ആവും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ചാപ്റ്ററിന് എക്സാക്ട്ലി എത്ര വെയിറ്റേജ് വരുന്ന ഒരു പ്രോപ്പർ ഐഡിയ ഇപ്പോഴും പല കുട്ടികൾക്കും ഇല്ല, അല്ലെങ്കിൽ അതോറിറ്റീസ് തന്നിട്ടില്ല. സോ വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ ഞാൻ ഇതിൽ പ്രിഫർ ചെയ്യുന്നത് കൈനറ്റിക് തിയറി പ്രോപ്പർ ആയി മനസ്സിലാക്കി വെക്കുക. എന്തായാലും അത് തന്നെ 2 മാർക്കിന് ചോദിക്കട്ടെ. അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ വരും. P = 1/3 nm V/bar square എന്ന് പറഞ്ഞ ഇക്വേഷൻ ഓറിയന്റഡ് ആയ ചോദ്യങ്ങൾ വരും. ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഡെറിവേഷൻ ഞാൻ വരാതിരിക്കാനുള്ള സാധ്യത ഞാൻ പറയാൻ കാരണം ഡെറിവേഷൻ ഒരിക്കലും ഒരു 4 മാർക്ക് കുറഞ്ഞ മാർക്ക് ഇപ്പൊ തരാൻ പറ്റില്ല. സോ അത്തരം ഒരു വെയിറ്റേജ് നിങ്ങൾക്ക് പ്രിഫറബിൾ അല്ല. സോ അതുകൊണ്ട് ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യത കുറവാണ്. സോ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പ്രോബ്ലംസ് ചോദിക്കാം. അല്ലെങ്കിൽ കൈനറ്റിക് തിയറിയും അതിന്റെ പോസ്റ്റ്ലേറ്റ്സും. എന്തൊക്കെയാണ് പോസ്റ്റ്ലേറ്റ്സ്? ഞാനൊരു 1 shot പറയാം, കാരണം പല കുട്ടികൾക്കും അറിയില്ല. എന്താണ്? ഗ്യാസ് കൺസിസ്റ്റിംഗ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും എപ്പോഴും.
അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഗ്യാസിനകത്ത് സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് മോളിക്യൂളിന് സൈസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഹോൾ വോളിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോളിക്യൂളിന്റെ സൈസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിരിക്കും. അടുത്തത്, ഈ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം റാൻഡം മോഷൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റാൻഡം മോഷനിലായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് വൺ, ഇലാസ്റ്റിക് കൊളിഷൻ. റാൻഡം മോഷനിലായിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് വാൾസിലും കൊളൈഡ് ചെയ്യും, പരസ്പരവും കൊളൈഡ് ചെയ്യും. പക്ഷേ ഈ കൊളിഷൻസ് എല്ലാം എങ്ങനെയായിരിക്കും? കംപ്ലീറ്റ്ലി എലാസ്റ്റിക് ആയിരിക്കും. എന്താണ് എലാസ്റ്റിക് കൊളിഷൻസ്? അതാണ് അടുത്ത പോയിന്റ്. അവിടെയുള്ള കൈനറ്റിക് എനർജിയും ടോട്ടൽ മൊമെന്റവും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. എലാസ്റ്റിക് കൊളിഷന്റെ ടോട്ടൽ കൈനറ്റിക് എനർജി മൊമെന്റവും കൺസേർവ്ഡ് ആയിരിക്കും. അതാണ് നെക്സ്റ്റ് പോയിന്റ്. അതിനുശേഷം kinetic energy of gas molecule is directly proportional to absolute temperature. Kinetic energy എന്ന് പറയുന്നത് absolute temperature directly proportional ആണ്. ഇതൊക്കെയാണ് പോസ്റ്റ്ലേറ്റ്സ്. ആദ്യം മോളിക്യൂൾസിനെ പറയുന്നു, അതിന്റെ സൈസിനെ കുറിച്ച് പറയുന്നു, കൊളിഷൻ റാൻഡം മോഷനെ കുറിച്ച് പറയുന്നു, കൊളിഷനെ കുറിച്ച് പറയുന്നു. കൺസേർവ്ഡ് ആയ, അതായത് എനർജി കൺസേർവ്ഡ് ആയ കൊളിഷൻ ആണ് അവിടെ എക്സിബിറ്റ് ചെയ്യുന്നത്. അടുത്തത് നെക്സ്റ്റ് വൺ, കൈനറ്റിക് എനർജിയും അബ്സല്യൂട്ട് ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പറയുന്നു. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞു വെച്ചോ. ഇക്വേഷൻ ബേസ് ചെയ്ത ചോദ്യങ്ങൾ വരാം. ഡിറൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം വെയിറ്റേജ് അതിനനുസരിച്ച് ഈ ചാപ്റ്ററിനകത്ത് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കണക്കിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമ്മൾ അടുത്ത 14ാമത്തെ ചാപ്റ്റർ ആണ് ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിനകത്ത് ഉറപ്പായും കൺഫേം ആയ ചോദ്യം ഏതാണ്? ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഏതൊക്കെയാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? നോക്കാം. പീരിയോഡിക് മോഷൻസ് ആൻഡ് ഓസിലേറ്ററി മോഷൻ. ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്താണ് പീരിയോഡിക് മോഷൻ, എന്താണ് ഓസിലേറ്ററി മോഷൻ, രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, രണ്ടിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് അറിയാലോ? അറിയുമെന്ന് വിചാരിക്കുന്നു. ഒരു പ്രോപ്പർ ടൈം പീരീഡിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻസ് നമുക്ക് എന്ത് പറയാം? പീരിയോഡിക് മോഷൻ എന്ന് പറയാം. ടു ആൻഡ് ഫ്രോ മോഷൻ നമുക്ക് എന്ത് പറയാം? ഓസിലേറ്ററി മോഷൻസ് എന്ന് പറയാം. അറിയാം, സിമ്പിൾ പെൻഡുലം ഒക്കെ ഏതിൽ വരും? ഓസിലേറ്ററി മോഷനിൽ വരും. പീരിയോഡിക് മോഷനിൽ എന്താണ് ഉദാഹരണം എന്ന് പറയുന്നത്? ഭൂമി സൂര്യനെ വലം വെക്കുന്നത്, ബാക്കിയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നത്, ഇതെല്ലാം പീരിയോഡിക് മോഷൻ ഉദാഹരണങ്ങളാണ്. അടുത്തത്, നമ്മുടെ ഈ പറയുന്ന ഒരു പെൻഡുലത്തിന്റെ ടൈം അല്ലെങ്കിൽ ഓസിലേഷന്റെ ടൈം പീരീഡ്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അറിയാമെന്ന് വിചാരിക്കുന്നു. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ. ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് പോയിട്ട് വീണ്ടും തുടങ്ങിയ മീൻ പൊസിഷനിൽ തന്നെ എത്താൻ ആ പറയുന്ന ഓസിലേഷൻ അല്ലെങ്കിൽ ആ മോബിന് എത്ര സമയം എടുക്കും? അത് നമുക്ക് എന്ന് പറയാം ടൈം പീരീഡ് എന്ന് പറയാം. ഫ്രീക്വൻസി, എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് നടക്കുന്നു അതിന് നമുക്ക് എന്ന് പറയാം ഫ്രീക്വൻസി എന്ന് പറയാം. ഇക്വേഷൻ 1/ടൈം പീരീഡ് ആണ്. യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഹെർട്സ് ആണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. അടുത്തത്, ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് അറിയുന്ന SHM റിലേറ്റ് ചെയ്ത റിലേഷൻ ആണ്. x of t equal to a cos omega t plus phi. ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇതേപോലെ ചോദ്യത്തിൽ വേറെ പാരാമീറ്റേഴ്സ് ഇട്ട് തന്നിട്ട് നമ്മളോട് ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ റിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ എക്സ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് a ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറഞ്ഞ ഫേസ് ആണ്. സോ ഫൈൻ, ഇതിൽ ഫൈ എന്ന് പറഞ്ഞ ഇനീഷ്യൽ ഫേസ് ആണ്, ഒമേഗ എന്ന് പറഞ്ഞ ആംഗുലർ ഫ്രീക്വൻസി ആണ്, ടി എന്ന് പറഞ്ഞ ടൈം പീരീഡ് ആണ്. അറിയാമെന്ന് വിചാരിക്കുന്നു, അറിയില്ലെങ്കിൽ പഠിക്കാം. അടുത്തത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ പൊസിഷനിൽ നിന്ന് അതിന് സംഭവിക്കുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്തെന്ന് പറയാം? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. സോ ഇതാണ് ഗ്രാഫ് എങ്കിൽ, സോ ഇതാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത് മീൻ പൊസിഷൻ ആണ്. ഇവിടെ നിന്ന് എത്ര ഉയരുന്നു അത് നമുക്ക് എന്ത് പറയാം? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ക്ലിയർ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എ ആണ് ഡിനോട്ട് ചെയ്യുക. അടുത്ത SHM അഥവാ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് SHM എന്ന് ചോദിക്കും. സോ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? ദ മോഷൻ ഇൻ വിച്ച് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ ഒരു പെൻഡുലം എടുത്തു എന്ന് വിചാരിക്കാം. ഇതൊരു പെൻഡുലമാണ്, ഇങ്ങോട്ടാണ് അത് ഡിസ്പ്ലേസ് ആയിരിക്കുന്നത്. ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടല്ലോ. സോ ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുക. സോ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്. ക്ലിയർ? സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്? അത് അതിന്റെ ഇനീഷ്യൽ പോയിന്റിലോട്ട് അല്ലെങ്കിൽ മീൻ പൊസിഷനിലോട്ട് അതിനെ കൊണ്ടുവരുന്ന ഫോഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയാം. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് ഈ പറയുന്ന സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവാനുള്ള കണ്ടീഷൻ ഇതാണ്. സോ ഏതൊക്കെ മോഷൻസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവാന്ന് ചോദിച്ചാൽ റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയ മോഷൻസിനെ നമുക്ക് എന്ത് പറയാം? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണ് x of t equal to a cos omega t plus phi എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത്, ടൈം പീരീഡിന്റെ റിലേഷൻ. ടൈം പീരീഡ് ഈക്വൽ ടു 2π into root of L by g. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് പെൻഡുലം, G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, T ആണ് ടൈം പീരീഡ്, ക്യാപിറ്റൽ T ആണ് ടൈം പീരീഡ്. യൂണിറ്റ് സെക്കൻഡിൽ തന്നെയാണ് പറയാ. ഇതിന്റെ ഡെറിവേഷൻ ആണ് 4 മാർക്കിന് ചോദിക്കുക. സോ ഇത് ബേസ് ചെയ്ത ചോദ്യങ്ങൾ, പ്രോബ്ലംസ് 2 മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്.
നമ്മുടെ അടുത്ത ഏറ്റവും അവസാനത്തെ +1 ഫിസിക്സിലെ അവസാനത്തെ ചാപ്റ്റർ ആണ് വേവ്സ് എന്ന് പറയുന്നത്. സോ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് വേവ്സ് നിങ്ങൾക്ക് അറിയണം. വേവ് ഇസ് എ ഡിസ്റ്റർബൻസ് ദാറ്റ് ക്യാരി എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഇൻ എ മീഡിയം. ഒരു മീഡിയത്തിലുള്ള ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിസ്റ്റർബൻസിന് നമുക്ക് എന്തെന്ന് പറയാം, വേവ്സ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അവിടെ എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, മാറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി നമ്മൾ പഠിച്ചതാണല്ലേ. ഒരു കുളത്തിൽ ഒരു കല്ല് കൊണ്ട് ഇടുമ്പോൾ കല്ല് അവിടെ തന്നെ നിൽക്കുകയാണ്, പക്ഷേ ഈ കല്ല് മൂലമുള്ള ഇമ്പാക്ട് മൂലമുള്ള എനർജി എന്താണ്, കുളത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും വേവ്സിന്റെ ഫോമാറ്റിലാണ്, ആ ഡിസ്റ്റർബൻസ് വേവ്സിന്റെ ഫോമാറ്റിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ, ശരിയല്ലേ? അറിയുമെന്ന് വിചാരിക്കുന്നു. സോ വേവ്സിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഒരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് വേണം. സോ ഏതൊക്കെയാണ്? മെക്കാനിക്കൽ, ഇലക്ട്രോ മാഗ്നറ്റിക്, മാറ്റർ വേവ്. 3 ടൈപ്പ് ആണ്: മെക്കാനിക്കൽ, ഇലക്ട്രോ മാഗ്നറ്റിക്, മാറ്റർ വേവ്. എന്താണ് മെക്കാനിക്കൽ വേവിന്റെ പ്രത്യേകത? അതിനൊരു മീഡിയം ആവശ്യമുണ്ട്, അതിനൊരു ഇടനിലക്കാരൻ വേണം. ആ വേവ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ there is a need of medium. അവിടെ മീഡിയം ആവശ്യമുണ്ട്. അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം സൗണ്ട് വേവ്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കണമെങ്കിൽ ഇവിടെ എയർ വേണം, എയർ ഇല്ലെങ്കിൽ കേൾക്കൂല. ഇതേ ഞാൻ പോയി ചന്ദ്രനിൽ പോയി സംസാരിച്ചാൽ അവിടെ കേൾക്കില്ല, കാരണം അവിടെ എയർ ഇല്ല. അവിടെ കേൾക്കാൻ ആൾക്കാരില്ലാത്തത് കൊണ്ടല്ല, അവിടെ എയർ ഇല്ല. സോ there is no medium in moon. So സൗണ്ട് വേവ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ മീഡിയം വേണം, അതായത് ഒരു ഇടനിലക്കാരൻ വേണം, ഒരു മീഡിയം വേണം. സോ ഒരു എയർ ഉണ്ടെങ്കിൽ മാത്രമേ സൗണ്ട് വേവ് പ്രോപ്പർ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. എയർ മാത്രമല്ല, മെക്കാനിക്കൽ മീഡിയം, അതായത് ഇപ്പോൾ ബോർഡ് ആണെങ്കിലും സോളിഡ് മീഡിയം ആണെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യും. വാട്ട് എവർ ഇറ്റ് മേ ബി, there is a medium. ഒരു മീഡിയം ആവശ്യമാണ്. അടുത്തത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സീസ്മിക് വേവ്. സീസ്മിക് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂകമ്പമൊക്കെ സീസ്മിക് വേവ് ഫോമാറ്റിലാണ് വരിക എന്നൊക്കെ കേട്ടിട്ടില്ലേ? സീസ്മിക് സർവേ, ഭൂകമ്പം വരുമോ ഇല്ലയോ എന്നറിയാനുള്ള സർവേ ആണ് സീസ്മിക് സർവേ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? സോ സീസ്മിക് വേവും സൗണ്ട് വേവും എന്താണ്? മെക്കാനിക്കൽ വേവ് ആണ്. ഇറ്റ് നീഡ്സ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. നെക്സ്റ്റ് വൺ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്? അവിടെ മീഡിയം ആവശ്യമാണ്, ഇവിടെ മീഡിയം ആവശ്യമില്ല. സോ മീഡിയം ഇല്ലാതെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയും. ഉദാഹരണം അൾട്രാ വയലറ്റ്, എക്സ്റേ, ലൈറ്റ്. ലൈറ്റിന് മീഡിയം വേണോ? ലൈറ്റിന് മീഡിയം വേണ്ട. സോ അൾട്രാ വയലറ്റ്, എക്സ്റേ ആൻഡ് ലൈറ്റ് വേവ്സ്. സോ ഈ 3 ടൈപ്പ് എന്തിൽ പെടുന്നു? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ പെടുന്നു. അതിന് മീഡിയം ആവശ്യമില്ല. അടുത്ത മാറ്റർ വേവ്സ്. എന്താണ് മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞാൽ? മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസുമായി അസോസിയേറ്റ് ചെയ്യപ്പെട്ട വേവ്സിന് മാറ്റർ വേവ്സ് എന്ന് പറയാം. മൈക്രോസ്കോപ്പിക്, മാക്രോസ്കോപ്പിക് അറിയാലോ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇതൊക്കെ എല്ലാം ഏതിൽ പെടുന്നു? മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൽ പെടുന്നു. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത വേവ്സിന് നമുക്ക് എന്ത് പറയാം? മാറ്റർ വേവ്സ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? സോ 3 ക്ലാസിഫിക്കേഷൻ, 3 ഇമ്പോർട്ടന്റ് ആണ്, 1 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് സ്പീഡ് ഓഫ് വേവ്. സ്പീഡ്, വേവിന്റെ സ്പീഡ് v ഈക്വൽ ടു ന്യൂ ലാംഡ ആണ്. ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി, ലാംഡ എന്ന് പറഞ്ഞ വേവ് ലെങ്ത്, v എന്ന് പറഞ്ഞ വെലോസിറ്റി ഓർ സ്പീഡ് എന്ന് പറയാം. സോ സ്പീഡ് ഓഫ് ട്രാവലിംഗ് വേവ് ഈക്വൽ ടു ന്യൂ ലാംഡ, അറിഞ്ഞിരിക്കണേ. അടുത്തത് സ്ട്രെച്ചഡ് സ്ട്രിംഗിൽ ഉണ്ടാവുന്ന വേവിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. സൗണ്ട് വേവ്സ് സോളിഡിലൂടെ, ലിക്വിഡിലൂടെ, ഗ്യാസിലൂടെ. ഈ 3 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ അറിയണമെന്നില്ല, അറ്റ്ലീസ്റ്റ് ആ ഇക്വേഷൻസ് എങ്കിലും നിങ്ങൾ അറിയിക്കണം. കാരണം എന്താ വെച്ചാൽ 2 മാർക്കിന് ചോദിക്കാറുണ്ട് അത് ബേസ് ചെയ്ത പ്രോബ്ലംസ് കേട്ടോ. സോ ക്ലിയർ? സോ സ്ട്രെച്ചഡ് സ്ട്രിംഗിൽ ഉണ്ടാവുന്ന സ്പീഡ് ഓഫ് വേവിന്റെ ഇക്വേഷൻ അറിയണം. അതുപോലെ തന്നെ സൗണ്ട് വേവ് സോളിഡിലൂടെ, ലിക്വിഡിലൂടെ, ഗ്യാസിലൂടെ. ഈ 3 കണ്ടീഷനിലൂടെ സൗണ്ട് വേവിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്താ അറിഞ്ഞിരിക്കണം? ഇക്വേഷൻ നിങ്ങൾ ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കണം. പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ലാപ്ലാസ് കറക്ഷൻ. ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായും 100% ഷുവാരിറ്റി എനിക്ക് തരാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ലാപ്ലാസ് കറക്ഷൻ. ഇനി വന്നില്ലെങ്കിൽ എന്താ സാറേ നിങ്ങൾ പറഞ്ഞിട്ട് വന്നില്ല എന്ന് വിചാരിക്കരുത്. മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവരുന്ന ചോദ്യമാണ് ലാപ്ലാസ് കറക്ഷൻ. അറിഞ്ഞിരിക്കണം. ഡീറ്റെയിൽ ആയി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ. ലാപ്ലാസ് കറക്ഷൻ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്. ന്യൂട്ടനെ കറക്റ്റ് ചെയ്ത ആരാണ്? ലാപ്ലാസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. സോ ആ കറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇത് നമ്മുടെ വേവ്സിന്റെ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണ്. y of x, t ഈക്വൽ ടു a sin kx minus omega t plus phi എന്ന് പറയുന്നത്. നമ്മുടെ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ സൈന് പകരം കോസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പലരും എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു, സാർ അവിടെ സൈൻ അല്ലേ വരിക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൈൻ തന്നെയാണ് മക്കളെ വരിക. സോ y of x, t ഈക്വൽ ടു a sin kx minus omega t plus phi. ഇതാണ് ഇക്വേഷൻ. സോ ഇത്രയേ ഉള്ളൂ, ഇത് പഠിച്ചാൽ മതി. സോ ഓരോ ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ഷോർട്ട് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫോക്കസ് ഏരിയ കവർ ചെയ്തു. ഇമ്പോർട്ടന്റ് പാർട്ട് ബി ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ ഇവിടെ ഷോർട്ട് ക്വസ്റ്റ്യൻസും കവർ ചെയ്തിരിക്കുന്നു. സോ +1 ഫിസിക്സിൽ ഇനി നിങ്ങൾക്ക് അറിയാത്ത ഒരു തരം ചോദ്യങ്ങളും വരില്ല. പ്രോബ്ലംസും നമ്മുടെ വീഡിയോസിന്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. സോ എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് ഓക്കെയാണ്. ഇതുപോലെ അളിയാ, ഇത് മതി. സോ ഇത്ര മാത്രം വൃത്തിയായിട്ട് എഴുതാ, പരീക്ഷയിൽ മുഴുവൻ മാർക്കും പേടിക്കുക. ഓക്കെ, സപ്പോസ് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ വളരെ സംശയമാണ് സാറേ, വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഫുള്ളാണ്. സോ മാക്സിമം ഗ്രൂപ്പുകളൊക്കെ എല്ലാം അഡ്മിൻസ് ഓൺലിയാണ്. അതിനകത്ത് കയറിയിട്ട് പലർക്കും കാര്യമില്ല. മെസ്സേജുകളും ചാറ്റുകളും വളരെ
അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അഡ്മിൻസ് ഓൺലി ആക്കിയിരിക്കുന്നത്. ഒട്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി ടെലിഗ്രാം ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അഡീഷണൽ ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, എല്ലാം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറി നോക്കിക്കോ മക്കളെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കണ്ടന്റുകളെല്ലാം അവിടെയുണ്ട്. സോ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ബൈ.